ഓരോ നോവലും ഓരോ പുസ്തകവും ഓരോ കാലത്തേക്കുള്ളതാണ്. അത് ആ കാലം കഴിഞ്ഞാൽ പിന്നെ ആ പുസ്തകത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇന്നിപ്പോൾ ചെമ്മീൻ എത്ര പേര് വായിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് ഉമ്മാച്ചു ഇറങ്ങുമ്പോൾ പിന്നെ ഉറൂബിൻ്റെ അത് പിന്നെ 50കളിലാണ്. അത് വലിയ കേരള ചരിത്രത്തിൽ സാഹിത്യ ചരിത്രത്തിൽ വലിയ സംഭവമാണെന്ന് പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആയിരുന്നുവെന്ന് മാതൃഭൂമി അത് പ്രസിദ്ധീകരിക്കുമ്പോൾ. പക്ഷേ ഇന്നത് അങ്ങനെ ഒരു പുസ്തകം തന്നെ ഉള്ളതായിട്ട് ആർക്കും തന്നെ അറിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 1970 ആ സമയത്ത് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ ഇറങ്ങുമ്പോൾ പിന്നെ ഞാനൊക്കെ മാതൃഭൂമി ആവേശപൂർവ്വം വായിച്ചത് ഓർക്കുന്നു. നേരെ മറിച്ച് പിന്നെ ഒ വി വിജയൻ്റെ ഖസാക്ക് അതിൻ്റെ ഒരു അധ്യായം വായിച്ചപ്പോൾ 68 69 ആ സമയത്താണെന്ന് തോന്നുന്നു. അന്ന് വായിച്ചപ്പോൾ ഒരു അധ്യായം വായിച്ചപ്പോൾ പിന്നെ നമുക്കത് മനസ്സിലായില്ല, അതിനോട് താല്പര്യം തോന്നിയുമില്ല. പക്ഷേ ഖസാക്ക് ഇന്നും വായിക്കപ്പെടുന്നു. കാലങ്ങൾ കഴിഞ്ഞിട്ടും പിന്നെ ഓരോ തലമുറ കഴിഞ്ഞിട്ട് അത് ഇന്നും വായിക്കപ്പെടുന്നു. നേരെ മറിച്ച് മയ്യഴിപ്പുഴയോ അല്ലെങ്കിൽ ചെമ്മീനോ ഉമ്മാച്ചുവോ ഇതൊന്നും വായിക്കപ്പെടുന്നുമില്ല. വായിക്കപ്പെടാൻ ആവശ്യമുള്ളവർക്ക് വേണേൽ വായിക്കാമെന്ന് മാത്രം. അത് പിന്നെ ജനമെല്ലാം പിന്നെ മസ്റ്റ് റീഡ് ഗണത്തിൽപ്പെടുന്നില്ല. അപ്പം ഓരോ പുസ്തകത്തിനും ഓരോ കാലമുണ്ട്. ആ കാലത്തെ ആ തലമുറയെ അത് അതിജീവിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ആ തലമുറകളെ അതിജീവിച്ച ഒരു പുസ്തകമായിട്ടാണ് ഈ ഖസാക്കിനെ എനിക്ക് തോന്നിയിരിക്കുന്നത്. വേറെ ഏതെങ്കിലും പുസ്തകം ആ രീതിയിൽ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതുപോലും സന്ദേഹമുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് ഒരു കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ മാത്രമാണ് ആകർഷിക്കുന്നത് എന്നുകൊണ്ട് ഒരു പുസ്തകത്തിൻ്റെ മേന്മ ഇല്ലാതാക്കുന്നില്ല. ഇപ്പം മുട്ടത്തോരിക്ക് അതുപോലുള്ള സാഹിത്യകാരന്മാരെ പൈങ്കിളി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. വാസ്തവം പറഞ്ഞാൽ ധാരാളം നിരവധി ജനങ്ങൾ വായിച്ച പുസ്തകമാണ്, വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. അതെങ്ങനെയാണ് പൈങ്കിളി എന്ന് പറയുന്നത്? ആ ശൈലി അതായിരിക്കാം. പക്ഷേ കഥ എപ്പോഴും പിന്നെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ പുസ്തകങ്ങളെപ്പറ്റി ഇങ്ങനെ നമ്മുടെ നിരൂപകരുമൊക്കെ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പിന്നെ ആനന്ദിൻ്റെ ആൾക്കൂട്ടം ഇറങ്ങിയപ്പോൾ അന്ന് പ്രമുഖ പിന്നെ നിരൂപകൻ എം കൃഷ്ണൻ നായർ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാശ് പോയി, അത് വാങ്ങി വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാശ് പോയി. അപ്പം കൃഷ്ണൻ നായർ പറഞ്ഞല്ലോ എന്നോർത്ത് വളരെക്കാലം ഞാൻ ആ പുസ്തകം വാങ്ങിയില്ല, വായിച്ചുമില്ല. പിന്നെ വാങ്ങിയോ അല്ലെങ്കിൽ പിന്നെ വായിച്ചതേ ഇല്ല. പോട്ടെ, അങ്ങനെ അദ്ദേഹം പറഞ്ഞതാണല്ലോ എന്ന്. പിന്നെ എങ്ങനെയോ അത് പുസ്തകം വായിച്ചപ്പോൾ തോന്നിയ നല്ലൊരു പുസ്തകം. അപ്പം കൃഷ്ണൻ നായർ ഏത് രീതിയിലാണ്, എന്തുകൊണ്ടാണത് നല്ലതല്ല എന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.